വൈവിധ്യമാർന്ന ഭാഷയും സംസ്കാരവും മതവും ജാതിയുമൊക്കെ ഒന്നിച്ചു ചേർന്ന് ഇന്ത്യ ഒന്നാകുന്നത് പോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിലും നിരവധി കൈവഴികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാട്ടുരാജ്യങ്ങളുടെ, രാഷ്ട്രീയത്തിന്റെ, കച്ചവടക്കാരുടെ, കൃഷിക്കാരുടെ, തൊഴിലാളികളുടെ ഇവരുടെ എല്ലാം പോരാട്ടത്തിന്റെ കഥ. എല്ലാത്തിനും മുകളില് ഉയർന്നു നിന്നിരുന്ന വികാരം കോളനി വിരുദ്ധതായിരുന്നു. കേരള ചരിത്ര പശ്ചാത്തലത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് പഴശ്ശിരാജയുടെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ. ചരിത്രരേഖകളിൽ അദ്ദേഹത്തെ വീര കേരള സിംഹം എന്നാണ് അടയാളപ്പെടുത്തുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് വളരെ വിരളമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ആത്മാഭിമാനം അടിയറ വയ്ക്കാനാവില്ല എന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടിയ വീര അവതാരമായിരുന്നു പഴശ്ശിരാജ. വർഷങ്ങളോളം തളരാതെ പോരാട്ടം നയിക്കാൻ അദ്ദേഹം വലിയ ആത്മബലം തന്നെയാണ് കാണിച്ചത്. ഈ പോരാട്ട വീര്യം തന്നെയാകണം അദ്ദേഹത്തിന് വീര കേരള സിംഹം എന്ന പേരും സമ്മാനിച്ചത്. അദ്ദേഹത്തിന്റെ ഒളിപ്പോർ യുദ്ധതന്ത്രം ബ്രിട്ടീഷ് പട്ടാളത്തെ വിറപ്പിച്ചു എന്നതിൽ ഒരു സംശയവുമില്ല. 1753 മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജയുടെ ജനനം. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയം എന്ന സ്ഥലത്തായിരുന്നു രാജവംശത്തിന്റെ കേന്ദ്രവും. പുരളിമലയിൽ കോട്ട കെട്ടി താമസിച്ചതിനാൽ പുരളീശ്യമൻ എന്ന വിളിപ്പേരും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പൈച്ചി രാജ, കുട്ടിയോട്ട് രാജ എന്ന് വിളിച്ചിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നുണ്ട്. പഴശ്ശിരാജ വീരമരണം വരിച്ചത് 1805 നവംബർ 30 വയനാട് പുൽപ്പള്ളി മാവിലത്തോട്ടിന്റെ കരയിൽ വെച്ചായിരുന്നു പഴശ്ശിരാജയുടെ അന്ത്യം. ബ്രിട്ടീഷുകാർക്ക് കേരളത്തിലെ അധിനിവേശം അത്ര എളുപ്പമല്ലാതാക്കിയത് പഴശ്ശി പോരാട്ടങ്ങളായിരുന്നു. ആദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ധാരണയിലെത്തുകയും ഒന്നാം മൈസൂർ യുദ്ധത്തിൽ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ സഹായിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ടിപ്പു സുൽത്താൻ പിൻവാങ്ങിയ ശേഷം കോട്ടയത്തിന് വാഗ്ദാനം നൽകിയിരുന്ന സ്വാതന്ത്ര്യ പദവി നിഷേധിച്ചതും നികുതി വർധനയും ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന നിലപാടുകളും ഒത്തുചേർന്നപ്പോൾ പഴശ്ശി ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു. പഴശ്ശിയും ബ്രിട്ടീഷുകാരും തമ്മിൽ പ്രശ്നമുണ്ടാക്കുന്നതിന് കാരണം മറ്റൊന്നാണെന്ന് വാദിക്കുന്നവരുണ്ട്. വാദം ഇങ്ങനെ പോകുന്നു: കോട്ടയത്തിന്റെ സ്വതന്ത്ര ഭരണം കിട്ടാനായി ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന പഴശ്ശിയെ ടിപ്പു മടങ്ങിയ ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ അവഗണിച്ചു. പഴശ്ശിക്ക് നൽകാമെന്ന് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്ത കോട്ടയം രാജ്യം അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജാവിന്റെ പാട്ടത്തിന് കൊടുത്തു. ഇത് പഴശ്ശിയെ ചൊടിപ്പിച്ചതാണ് പോരാട്ടത്തിലേക്ക് നയിച്ചതെന്നാണ് രണ്ടാമത്തെ വാദം. ഇതൊരു ചരിത്ര വസ്തുതയാണെങ്കിൽ തന്നെയും ആത്മാഭിമാനം പണയം വെച്ച് ജീവിക്കുന്നതിൽ ഭേദം യുദ്ധമാണെന്ന് തീരുമാനിച്ച പഴശ്ശിയുടെ തീരുമാനം ചരിത്രത്തിലെ വീരഗാഥയാകും. കോട്ടയം രാജകുടുംബത്തിലെ മറ്റാരേക്കാളും ജനപ്രിയനായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. അതുകൊണ്ട് തന്നെ പഴശ്ശിയെ കമ്പനിയും കുടുംബത്തിലെ ഒരു വിഭാഗവും ചേർന്ന് അപമാനിക്കുന്നത് ജനങ്ങൾക്കിടയിലും അസ്വസ്ഥതയുണ്ടാക്കി. ബ്രിട്ടീഷുകാരുടെ നികുതി കൊള്ളയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാന കാരണവും. അതുവരെ വർഷാവർഷം നികുതി ഈടാക്കിയിരുന്നത് ബ്രിട്ടീഷ് ഇടപെടലിൽ 5 വർഷത്തേക്ക് ഒന്നിച്ചു പിരിക്കാൻ തുടങ്ങി. ഇതിന്റെ കണക്കില് ഒരു തുക കുറുമ്പ്രനാട് രാജാവിൽ നിന്ന് ഈടാക്കുകയും ജനങ്ങളിൽ നിന്ന് ഇത് പിരിക്കാൻ രാജാവിന് അധികാരം നൽകുകയും ചെയ്തു. ഈ ഉയർന്ന നികുതി കൊള്ളയ്ക്കെതിരെ ജനം സംഘടിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അവരുടെ പ്രിയപ്പെട്ട യുവരാജാവായ പഴശ്ശിക്കൊപ്പമായിരുന്നു അവരുടെ മനസ്സും. കമ്പനിക്കും അമ്മാവനുമെതിരെ പഴശ്ശി വീറോടെ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് 1 വർഷത്തോളം നികുതി പിരിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാക്കി. എന്നാൽ ശേഷം പഴശ്ശിയെ വെല്ലുവിളിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ കുറുമ്പ്രനാട് രാജാവിന് 5 വർഷത്തേക്ക് പാട്ടം നീട്ടിക്കൊടുത്തു. ഇത് വിപ്ലവം കൂടുതൽ രക്തരൂക്ഷിതമാക്കുകയായിരുന്നു.